ഇപ്പോൾ അതിക്രമത്തിനിരയായ അജയ് ടെലിഫോണിൽ ചേരുന്നു. അജയ്, കോടതിയിൽ നിന്ന് ഇപ്പോൾ മുൻകൂർ ജാമ്യം ലഭിച്ചിരിക്കുകയാണ് ഈ ഗൺമാൻമാർക്ക്. എങ്ങനെ കാണുന്നു? വിശദമായ ഒരു ഓർഡർ കണ്ടിട്ടില്ല. അത് കണ്ട ശേഷം മാത്രമേ വിശദമായ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും തുടർ നിയമ നടപടി എന്താണ് എന്നതിനെപ്പറ്റി വിശദമായി തന്നെ ആലോചിക്കുന്നതാണ്. തീർത്തും നിരാശാജനകമായ ഒരു വിധിയാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ ഈ കോടതി ചൂണ്ടിക്കാണിക്കുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതായത് ഈ 308 വകുപ്പ് ഈ കേസിൽ നിലനിൽക്കില്ല, അത്തരത്തിലൊരു നരഹത്യാശ്രമം, വധശ്രമ കുറ്റം ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഉൾപ്പെടെയാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്. പ്രോസിക്യൂഷന് പോലും അത് വിശദീകരിക്കുവാൻ സാധിച്ചിട്ടില്ല. എന്തുകൊണ്ട് തങ്ങൾ ഇങ്ങനെ ഒരു വകുപ്പ് കൂട്ടിച്ചേർത്തു എന്നുള്ളതാണ് ഇപ്പോൾ പ്രതിഭാഗം വക്കീലും ചൂണ്ടിക്കാണിക്കുന്നത്. ഒരിക്കലുമില്ല. അതാണ് പറഞ്ഞത്. അതൊന്ന് വിശദമായ ഒരു ഓർഡർ ഒന്ന് വായിച്ച ശേഷമാണെങ്കിൽ കൃത്യമായി ഇതിനോട് പ്രതികരിക്കാമായിരുന്നു. തീർച്ചയായും ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ആ കേസിൽ അത് ഇടാൻ സാധിക്കുമെന്നുള്ളതായിരുന്നു എന്റെ വിശ്വാസം. ഇത് ഒരു 308 പോലത്തെ ഒരു ഒഫൻസ് ഒരു കേസിൽ ഇടണമെന്നുള്ളത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ അല്ല, അത് പോലീസിന്റെ ഡിസ്ക്രിപ്ഷൻ, അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ഡിസ്ക്രിപ്ഷനാണ് ഒരു കേസിൽ എന്തൊക്കെ വകുപ്പുകൾ ഇടണം വേണ്ട എന്നുള്ളത്. മുൻകൂർ ജാമ്യം അനുവദിച്ചു എന്ന് പറയുന്നത് തുടർന്ന് അത് ആ ഓർഡർ വായിക്കണം. അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് മുൻകൂർ ജാമ്യം കൊടുത്തത് എന്ന കാര്യം ഒന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനുശേഷം വിശദമായി തന്നെ പ്രതികരിക്കുന്നതാണ് ആ വിഷയത്തിൽ. എന്തായാലും തീർത്തും എന്താണോ തുടർ നിയമ നടപടി എന്താണോ ചെയ്യാൻ സാധിക്കുന്നത് ആ നിയമ നടപടികളുമായി മുമ്പോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എന്തായാലും നിയമവിദഗ്ധരുമായി ഒന്ന് സംസാരിക്കുന്നുണ്ട്. ബന്ധപ്പെട്ട ആൾക്കാരെ സംസാരിച്ച് അതിനകത്ത് കിട്ടുന്ന ഉപദേശത്തിനനുസരിച്ച് കാര്യങ്ങളോട് മുമ്പോട്ട് കൊണ്ടുപോകും. പരാതിക്കാരൻ അജയ് ജുബലാണ് നമ്മളോട് പ്രതികരിച്ചത്. ഇത്തരത്തിലൊരു വിധി പ്രതീക്ഷിച്ചിരുന്നില്ല, പക്ഷേ നിയമപരമായി തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് അദ്ദേഹം നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.